ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ എൻ്റെ അഭിപ്രായങ്ങൾ ഇതിൽ ഒരു 4-5 ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് എത്താൻ കാരണം. അപ്പോൾ അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ്. അപ്പോൾ സുരേഷ് ചേട്ടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് MP ആയ BJPക്ക് ഒരു ചരിത്രം എഴുതിയ, കേരളത്തിലൊരു ചരിത്രം എഴുതിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി BJP MP എന്നതിലുപരി അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു നടനാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ തന്നെ വേണം പറയാം. കാരണം വെച്ചാൽ അതിൽ നല്ലൊരു നടനാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും. പക്ഷെ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുമ്പോൾ അത് പലരും അംഗീകരിച്ചെന്ന് വരില്ല. കാരണം രാഷ്ട്രീയം എന്നത് കൊണ്ട് പല ആൾക്കാരും ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതുകൊണ്ട് പലരുടെയും ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വീക്ഷണകോണം വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ എന്റെ വീക്ഷണമാണ്, എന്റെ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെ വിടും. അങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരൻ, നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ആ വ്യക്തിക്കുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ. അപ്പോ ആദ്യം തന്നെ അദ്ദേഹം ആസ് എ പൊളിറ്റീഷ്യൻ, ആസ് എൻ MP എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഈയിടെ കാണാനിടയായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്ന സമയത്ത് അതൊക്കെ ശരി തന്നെയാണ് താൻ. അപ്പോൾ ആ വീഡിയോ ഒന്ന് ആദ്യം നിങ്ങൾ കണ്ടു. വേണ്ടെന്ന് വെച്ചെങ്കിലും ഇപ്പോൾ 1 വർഷം പൂർത്തിയായി. ഈ 1 വർഷം പൂർത്തിയായ ഘട്ടത്തിൽ തൃശ്ശൂരിൽ എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ സംഭവിച്ചുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടായിരുന്നു. തൃശ്ശൂരിൽ തന്നെ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് 3 തരത്തിലുള്ള ഡാറ്റയാണ് എനിക്ക് കിട്ടിയത്. കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി ഈ 1 വർഷം ചെയ്തത്, അതോടൊപ്പം തന്നെ തൃശ്ശൂരിന് വേണ്ടി മാത്രമായിട്ടുള്ളത് ചെയ്തത്, അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി 2024-2025 ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡാറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഈ തൃശ്ശൂരിന് വേണ്ടി ചെയ്തതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം എന്നുള്ളത് തന്നെയാണ്. അത് എയർപോർട്ട് മാതൃകയിൽ 393 കോടി രൂപ അതിന് വേണ്ടിയിട്ടായിട്ട് ദീപാവലി സംഭാവന എന്ന രീതിയിൽ നമുക്ക് തൃശ്ശൂരുകാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് സുരേഷ് ഗോപിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നേരത്തെ സുരേഷ് ഗോപി ഏറ്റെടുത്തിട്ടുള്ള രാജ്യസഭ MP ആയിട്ട് ഏറ്റെടുത്തിരുന്ന പഞ്ചായത്താണ്. അവിടെ ഗാന്ധി ഗോൾഡിന് 40 ലക്ഷം രൂപയുടെ പലിശരഹിതമായി നിശ്ചിത കാലയളവിലേക്ക് നൽകാൻ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രഖ്യാപിക്കുക, ആ തുക കൈമാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രാജ്യസഭ MP ആയിരിക്കെ 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ശക്തൻ മാർക്കറ്റ് നവീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. ആ പ്രൊജക്റ്റ് നവീകരിച്ചതിന് ശേഷം ഈ പറയുന്ന 2024 ദീപാവലി ദിനത്തിൽ അത് തുടർന്നു കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൃത്രിമമായി സൃഷ്ടിച്ച രാസവള ക്ഷാമത്തിന് ഉടനടി പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ പുലികളി സംഘങ്ങൾക്ക് ഒരു സംഘങ്ങൾക്ക് 50,000 രൂപ എന്ന് വെച്ചിട്ട് 7 സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുക ഈ പുലികളിയെ സഹായിക്കുന്നതിന് വേണ്ടി, പുലികളി സംവിധാനങ്ങളെ സഹായിക്കുന്ന ആ കാല സമയത്ത് കൊടുക്കുന്നതിനുണ്ടായി. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ശക്തൻ പാലസ് നവീകരിക്കാൻ വേണ്ടി മ്യൂസിയം ആൻഡ് സ്കീമിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉടനടി പാസ്സാക്കി കൊടുത്തു സുരേഷ് ഗോപി. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ എൽത്തുരുത്ത് കോൾപ്പടവിൽ കൃഷി നശിച്ച കർഷകർക്ക് വേണ്ടിയിട്ട് സ്വന്തം മകളുടെ ചാരിറ്റി ട്രസ്റ്റിൽ നിന്ന് 1 ലക്ഷം രൂപ കൃഷി ആവശ്യങ്ങൾക്കായി നൽകുകയുണ്ടായി റിപ്പബ്ലിക് ദിനത്തിൽ. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ക്രൈസ്റ്റ് കോളേജിന് 8 കോടി രൂപയ്ക്ക് സിന്തറ്റിക് ട്രാക്ക് പണിയുന്നതായിട്ട് അനുവദിച്ചു. അതോടൊപ്പം തന്നെ മാടക്കത്തറ പുതുനഗർ കോളനിയിൽ കുറച്ചു കാലങ്ങളായി മുടക്കിടന്ന കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു. അത് തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് തന്നെ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്ന നിലയുണ്ടായി. മനുഷ്യർക്ക് മാത്രമല്ല താങ്ങാവേണ്ടത് എല്ലാ ജീവജാലങ്ങൾക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളും വേനൽക്കാലത്ത് പക്ഷികൾക്കും മറ്റും കുടിക്കാനായിട്ടുള്ള മൺചട്ടികളും വെള്ളവും എന്നൊരു പ്രൊജക്റ്റ് തന്നെ ഏർപ്പാടാക്കി. അതുപോലെ തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ, ദിശ പദ്ധതികൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയതിനായി കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ ജില്ലാ കളക്ടറും മുമ്പാകെ അങ്ങനെയുള്ളവരുടെയൊക്കെ മേയർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അവലോകനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുള്ള പദ്ധതികൾ നമുക്ക് ലിസ്റ്റുണ്ട്. അതൊക്കെ നോക്കാം. കൊല്ലം അഷ്ടമുടി കായലിലെയും അനുബന്ധ പ്രദേശങ്ങളിലെ ടൂറിസം വികസനത്തിനായി 59.71 കോടി രൂപ അനുവദിച്ചു. ആലപ്പുഴ ജല ടൂറിസം, മലമ്പുഴ ഉദ്യാനം പാർക്കും സ്വദേശ്
ദർശൻ 2.0 സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതികൾക്കായി 169.05 കോടി രൂപ അനുവദിച്ചു. വടകര സ്വർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ വികസനത്തിനായി 95.34 കോടി രൂപ കേന്ദ്രം ടൂറിസം വകുപ്പ് അനുവദിച്ചു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള മണ്ണെണ്ണ വിഹിതം അത് 648 ലിറ്റർ ആയിരുന്നു, അത് 1248 ലിറ്ററായി ഉയർത്തി. അതോടൊപ്പം തന്നെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ നേരിടുന്ന നിയമവിരുദ്ധ നികുതി പിരിവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തി വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് ഉടനടി തന്നെ സുരേഷ് ഗോപി ഇടപെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഈ ടൂറിസം ബസ് ഓപ്പറേറ്റേഴ്സിനെ സംഘടനയെ നേരിട്ട് സുരേഷ് ഗോപി പോയി കണ്ട് അപ്പം തന്നെ അതിന് പരിഹാരമുണ്ടാക്കുകയാണ് ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് പോയി മാലിദ്വീപിൽ കുടുങ്ങിയ 150ഓളം പേരെ തിരികെ എത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുകയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ നിന്നും ജോലി തട്ടിപ്പിന് ഇരയാവുകയും അനുബന്ധ അസുഖബാധിതരായി തിരികെ വരേണ്ടി വന്നവർക്കും മരിച്ച മൃതങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുമായിട്ടുള്ള അടിയന്തര ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ആ സുരേഷ് ഗോപിൻ്റെ മനുഷ്യരിൽ നന്മയെ എപ്പോഴും കാണുന്ന വ്യക്തിപരമായിട്ട് ചെയ്ത മഹത്വം ആണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആലപ്പുഴയിൽ ക്യാൻസർ ബാധിത കുടുംബത്തിന് സുരേഷ് ഗോപിയുടെ കൈത്താങ്ക് ആധാരം എടുത്തു കൊടുത്തു. ബാങ്കിൽ നിന്ന് ആധാരം എടുത്തായിരുന്നു പണം പണയം വെച്ചിരുന്നത്. കൂടാതെ കുടുംബത്തിലെ 8 വയസ്സുകാരിയായ ആരംഭിക്ക് ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകി. ഒരു കുടുംബത്തിന് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ ആധാരം പണയം വെച്ചിരിക്കുകയാണ്. ആ ആധാരം പണയം വെച്ചിരിക്കുന്നത് എടുത്ത് അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ട ചികിത്സാ സഹായം നൽകി. അതിൽ കൂടുതൽ ആ കുടുംബത്തിന് എന്താ വേണ്ടത്? അത് സുരേഷ് ഗോപിക്ക് മാത്രം കഴിയുന്ന ഒരു സംവിധാനമായിട്ട് രാഷ്ട്രീയക്കാരുണ്ട്. അതെ 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 സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ A ഗ്രേഡ് നേടിയ നയന എന്ന തൃശ്ശൂർ അനന്തപുരത്തുകാരി കൊച്ചു മിടുക്കിക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നത്തിന് വഴിയൊരുക്കി ഒരു കുട്ടിക്ക്. ആശാവർഗമരുടെ സമരത്തിൽ പങ്കെടുത്ത ഒരു യുവതിയുടെ വീട് ജപ്തി ഭീഷണിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 1,80,000 രൂപ നൽകി സഹായിച്ചു. തിരുവനന്തപുരം മീൻമുട്ടി സ്വദേശിയുടെ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി 1,57,000 രൂപ തൻ്റെ മകളുടെ പേരിലുള്ള ലക്ഷ്മി സുരേഷിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് അതിനുവേണ്ടി കൊടുത്തു. കോട്ടയത്ത് തൻ്റെ ചെറുപ്രായത്തിലെ പശുകിടാവിനെ പോറ്റുന്ന മുകുന്ദ എന്ന 10 വയസ്സുകാരിക്ക് ഒരു പശുകിടാവിന് സമ്മാനമായിട്ടും നൽകുകയും ചെയ്തു. അങ്ങനെ എത്ര സംഭവങ്ങളാണ് നോക്കാം. സാധാരണ എത്ര MP-മാരുണ്ട് നമ്മുടെ കേരളത്തിൽ, എത്ര MLA-മാരുണ്ട്, 140 MLA-മാരും 20 MP-മാരും രാജ്യസഭ MP-മാരും അടക്കം എത്ര പേരുണ്ട്, എത്ര പേരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് സ്വന്തം പോക്ക്. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാച്ചാൽ സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യങ്ങൾ തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു, അതായത് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി MP ആയിട്ട്, അല്ലെ, രാജ്യസഭയ്ക്കല്ല മറ്റേ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം പല രീതിയിലും MP എന്ന നിലയിൽ അദ്ദേഹം പല കാര്യങ്ങളിൽ, കേരളത്തിന്റെ പല കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നടന്ന പ്രശ്നങ്ങൾ, അതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിന് അവിടെ പോയി ചെയ്യേണ്ട ഒരു കാര്യം, എത്ര രാഷ്ട്രീയക്കാർ അവിടെ പോയിട്ട് ആ ഒരു കാര്യത്തിൽ ഇടപെട്ടു, അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തു? ഇല്ല. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ളൊരു, അദ്ദേഹം തൃശ്ശൂരിൽ മാത്രം ചെയ്താൽ മതി ശരിക്കും. പക്ഷെ നിങ്ങളെ കണ്ട വീഡിയോയിൽ മനസ്സിലാവും, നിങ്ങൾക്ക് തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹം കേരളത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ സംസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ കാര്യത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് മുന്നൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതായത് പെട്രോൾ പമ്പിന് അദ്ദേഹം പെട്രോളിയം മന്ത്രാലയമായിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മന്ത്രിയായത് കാരണം അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായപ്പോൾ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കേരളത്തിലെ എല്ലാ പെട്രോൾ പമ്പിലും ഈ ഒരു മെഷർമെന്റ് ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും തട്ടിപ്പ് നടക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ റീകൺഫർമേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ഇൻസിഡന്റ് കാരണം ഈ എല്ലാ പെട്രോൾ പമ്പും ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു തവണ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അവിടെ ചെന്ന സമയത്ത് പിന്നെ ഈ ഒരു പല പെട്രോൾ പമ്പുകളിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് സുരേഷ് ഗോപിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഫുൾ ചെക്കിങ് നടക്കുവാണ്, റീകൺഫർമേഷൻ ചെയ്യുകയാണ്, അവരെല്ലാം കറക്റ്റ് ആണോ, മെഷർമെന്റ് എല്ലാം കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ളത്, അതുകൊണ്ട് അവൈലബിൾ അല്ല എന്നുള്ള ഒരു ഉത്തരം ഇങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, സോ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു MBയും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ഒരു പ്രകടമായ, അതായത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്. സോ ദാറ്റ് വാസ് എ ഗുഡ് എക്സാമ്പിൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ വേടന്റെ ആണ്. അപ്പൊ അതിനെപ്പറ്റി പറയുന്നത്, വേടൻ ഒരു ഫേമസ് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അദ്ദേഹം ഒരാളെ പറ്റി പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെയാണ് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല വേടന്റെ ആ ഒരു പരാമർശം. വേടൻ എന്ന് പറയുന്ന റാപ്പ് സിംഗറാണ്. അപ്പോൾ ആ ഒരു റാപ്പ്, അദ്ദേഹത്തിന്റെ ആ ഒരു കർമ്മമേഖല, അദ്ദേഹത്തിന്റെ റാപ്പ് സോങ്സ് വളരെയധികം മികച്ചതാണ്. നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഇറ്റ്സ് ആൻ എന്റർടൈനിങ് തിങ്. സോ
അതിൽ എനിക്കൊരു ഇതുമില്ല. അപ്പൊ വേടൻ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റാപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാതെ ഇങ്ങനെയുള്ള ഈ ഇടയായിട്ട് ഈ സംഭവത്തിന് അദ്ദേഹത്തിന്റെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അതുപോലെ അയാൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് വേടൻ അത് കൂടുതൽ അത് നനഞ്ഞിടം കുഴിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹത്തെ വേടനെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമില്ല. ഈ ജാതി പറഞ്ഞു, മതം പറഞ്ഞു, ഇപ്പോഴും നമ്മൾ അവിടെ തന്നെ നിൽക്കുക. ഞാൻ പല വീഡിയോകളിലും ഞാൻ പ്രതിപാദിക്കുന്നു, നമ്മളിപ്പോഴും അവിടുന്ന് പോരാൻ നമുക്ക് മനസ്സിൽ ഈ ജാതി, മതം, അടിച്ചമർത്തൽ, ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജനങ്ങളുടെ മനസ്സ് അതുപോലെയാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന അതുപോലുള്ള വാർത്തകൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ വീണ് കിട്ടാണ് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തന്നെ ഇതിൽ പറയുന്നതിൽ വളരെയധികം അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള മറ്റ് ഈ രാജ്യത്തിന്റെ ഈ ഒരു വർഷം 2025 മുന്നിൽ കണ്ട് ഈ 2025 എന്ത് മുന്നിൽ കാണുന്നു അല്ലെങ്കിൽ എന്ത് നടക്കുന്നു അതിനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂർകാർക്ക് തെറ്റുപറ്റി എന്നാണ് വേടൻ പറഞ്ഞത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർകാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. കാരണം തൃശ്ശൂരിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക്. അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാന്നും ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ സുരേഷ് ഗോപിന്റെ ഒരു ടെണിയറിന് മാത്രമാണ് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ആ വ്യക്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ സംസാരിക്കാൻ നമ്മൾ വർഷങ്ങൾ അങ്ങ് കേരളം രൂപീകൃതമായ ആ ദിവസം തൊട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തെ സുരേഷ് ഗോപിന്റെ പെർഫോമൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വേടൻ പറഞ്ഞത്, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ സുരേഷ് ഗോപിനെ പറ്റി മോശമായി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമ്മൾ ഒന്ന് അപഗ്രഥിക്കുന്നത്. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും സുരേഷ് ഗോപി വളരെ നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം ഹിന്ദുവാണ്. അപ്പൊ ഇത്രയും കാലമായിട്ട് അദ്ദേഹം ഹിന്ദുത്വത്തിലൂടെ നടന്നു വന്ന, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഓക്കെ, അദ്ദേഹം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനെ ജനിക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിന്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ശരിക്കും പറയേണ്ടത് ഈ ജാതീയമായി നമ്മൾ വേർതിരിക്കുക എന്ന് പറയുന്നത്, ജാതി ഇപ്പോൾ പല ജാതികളുണ്ട്. അപ്പൊ എല്ലാ മതങ്ങളിലും ജാതി ഉള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാമിലെ സുന്നി, മറ്റേത് ക്രിസ്ത്യൻസിലും മറ്റേ റോമൻ കാത്തലിക്സ്, പിന്നെ എന്താ പറയാ പെന്തക്കോസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഹിന്ദുത്തിലെ കുറച്ച് ആൾക്കാർ കുറെ കൂടുതലാണെന്ന് മാത്രം. അപ്പൊ ഈ ഒരു സമവാക്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ഈ ജാതി എന്ന് ഇപ്പോൾ ഹിന്ദുത്വത്തിന്റെ കാര്യം എടുത്ത് ഹിന്ദുക്കളെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചില ജാതികളിലുള്ള ആൾക്കാർക്ക് ചില രീതികളായിരിക്കും, അല്ലെ? ഇപ്പൊ നായന്മാർക്ക് ഒരു രീതിയായിരിക്കും, ബ്രാഹ്മണൻസിന് വേറെ രീതിയായിരിക്കും. അത് സത്യമാണ്. ഓക്കെ, അത് സത്യമാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ഒരുപക്ഷെ ബ്രാഹ്മണന്മാരുടെ ആ ഒരു രീതി ഒരുപക്ഷെ അദ്ദേഹത്തിന് ആകർഷിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കണ്ടക്സ്റ്റിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അത് ഇവിടെ മിസ് ഇന്റർപ്രറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ അംബാനിനെ കാണുമ്പോൾ കഴിഞ്ഞ അടുത്ത കൊല്ലം ഞാൻ അംബാനിന്റെ മോനായി ജനിച്ചാൽ മതിയാനും എന്ന് നമ്മൾ ആഗ്രഹിക്കും. അല്ലെങ്കിൽ എനിക്ക് ജന്മത്തിൽ അംബാനി ആകാൻ പറ്റും, അടുത്ത ജന്മത്തിൽ എനിക്ക് അംബാനിയായിട്ട്, അല്ലെങ്കിൽ ഓന്റെ അവിടെ വരച്ചത് എന്റെ ഇവിടെ വരച്ചെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലത്തെ ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി തന്നെ. പക്ഷെ അതിന് അത്രയും ഇതായിട്ട് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഒരു ഫിൽറ്ററിങ് ഇല്ലാതെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. റീസെന്റ് അദ്ദേഹം പറഞ്ഞു, അതായത് ഇനി ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ഫിൽറ്റേർഡ് ആയിട്ടേ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നു. അത് എന്നെയും അതുപോലെ തന്നെ എന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ പ്രസ്ഥാനത്തെയും ഒരുപാടധികം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ ഇത് പറയുന്ന വെച്ചാല് അദ്ദേഹം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു എന്താ പറയാ ഒരു തെറ്റായ സംഭവങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളും സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ അയാൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പൊ ആദിവാസി ഊരുകളിൽ എത്ര ആൾക്കാർ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ എത്ര ആൾക്കാർ ഈ ആദിവാസികളെ കൂടെ പോയി കാര്യങ്ങൾ ചെയ്യാതെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം തന്നെയാണ്. അവർ വളരെയധികം എന്താ പറയാ അവോയ്ഡ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ അവിടെയൊക്കെ പോയി അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ എടുത്തിട്ട്, അതുപോലെ തന്നെ MP ഫണ്ട്, മറ്റേ ഫണ്ട്, മറിച്ച ഫണ്ട്, അങ്ങനെയൊക്കെ അയാൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആസ് എ രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ചെയ്യുന്നു. രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്ന സമയത്തും അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക്, അതായത് അദ്ദേഹത്തിന്റെ മേഖല കർമ്മ മേഖല സിനിമയായിരുന്നല്ലോ, അപ്പൊ അഭിനയം, ആ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും MP ഫണ്ടും അതുപോലെ തന്നെ BJP അയാളെ കൂടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എപ്പോഴും രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഒരു വ്യക്തി, അത് ഏത് പാർട്ടിക്കാരൻ, ആ വ്യക്തി നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു MP ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ MLA ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ, ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് അയാളുടെ ഏരിയയിൽ, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇലക്ഷനിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ നടന്ന ഇലക്ഷൻ, ആ ഒരു കാൻഡിഡേറ്റിനേക്കാൾ നല്ല കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നു, തീർച്ചയായും അടുത്ത
ഇലക്ഷനിൽ അത് LDF-ഓ, അതായത് CPM, അത് കമ്മ്യൂണിസ്റ്റോ, BJP-യോ, UDF-ഓ, ഏത് പാർട്ടിക്കാരനായിക്കട്ടെ, എൻ്റെ അഭിപ്രായം ഞാൻ വീണ്ടും വോട്ട് ചെയ്യുക ആ വ്യക്തിക്കായിരിക്കും. രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ നോക്കില്ല. ആ ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. കേരളത്തിലെന്നല്ല, മൊത്തം ഈ ലോകം മുഴുവൻ ഉണ്ടാവേണ്ടതാണെന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ്റെ കാര്യം എടുത്താൽ തന്നെ ആ രീതിയിൽ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇപ്പോൾ വേടം ചെയ്ത പോലെ മറ്റുള്ള ആൾക്കാർ ചെയ്ത ഒരു വിരോധം വെച്ചുകൊണ്ട് നല്ല മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് ഭാവിയിൽ നമുക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ വേടന്റെ പരാമർശത്തോടോ അല്ലെങ്കിൽ സുരേഷ് ഗോപി, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്കെതിരായി അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഓരോ പൊതുചടങ്ങുകളിലെ വീഡിയോ ഒക്കെ എന്തെങ്കിലും അദ്ദേഹം ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുമോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുമോ, അദ്ദേഹം ഒരു ഫോട്ടോ എടുക്കുകയാണ്, ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരാൾ മുന്നിൽ വന്നു. അപ്പോൾ അത് ശരിക്കും അയാൾ ചെയ്ത തെറ്റാണ്. അയാൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ വന്നായിരിക്കും. അപ്പോൾ അയാൾ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വന്ന വ്യക്തിക്ക് ഫോട്ടോ എടുക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ബന്ധം മാറി നിൽക്കുക എന്ന് പറയുന്നത് എന്ത്, അപ്പത്തേക്ക് അത് അയാൾ ജാതിയും അയാൾ പാവപ്പെട്ടവനായതുകൊണ്ട് അയാളെ മാറി നിൽക്കാൻ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. സോ ഇങ്ങനെയുള്ള തെറ്റായ പ്രചാരണങ്ങൾ ഒരുപാട് ആൾക്കാർ വീണ് പോകുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ഇതിന് ഒരുപാട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ, ഈ വീഡിയോ ഒക്കെ ആരെയും കാണുന്നത് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള നല്ല ആൾക്കാർ ഒരു കാരണവശാലും, അത് വേടനായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, നല്ല ആൾക്കാർ ഒരു കാരണവശാലും തെറ്റായ രീതിയിൽ എന്താ പറയുക കാണിച്ചു കൊടുക്കരുത്. കാരണം വെച്ചാൽ അത് വലിയൊരു പ്രശ്നമാകും. കാരണം വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ തൃശ്ശൂരുകാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു ശരി കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും ഗുണങ്ങൾ കിട്ടുകയേ ചെയ്തിട്ടുള്ളൂ. തൃശ്ശൂർക്കാർക്കും തെറ്റ് പറ്റിയിട്ടില്ല, ഈ ഗുണങ്ങൾ കിട്ടിയ ആൾക്കാർ തെറ്റ് പറ്റിയില്ല, അത് സഹായം സ്വീകരിച്ച ആൾക്കാർക്കും തെറ്റ് പറ്റിയിട്ടില്ല. തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റ് പറ്റിയാണെങ്കിൽ ഇയാളുടെ സുരേഷ് ഗോപിയുടെ അടുത്ത് സഹായം കിട്ടിയ ആൾക്കാർക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവുമല്ലോ. കാരണം അത്രയും മോശപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള സഹായം സ്വീകരിക്കാനുള്ള തെറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ആശ്വസിക്കാം. തൃശ്ശൂർകാർക്ക് തെറ്റ് പറ്റിയിട്ടില്ല, സഹായം സ്വീകരിച്ചവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന്റെ വിജയത്തിൽ സന്തോഷിച്ചവർക്കും തെറ്റ് പറ്റിയിട്ടില്ല. തെറ്റ് പറ്റിയത് മുഴുവൻ അദ്ദേഹത്തെ തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ ഇഷ്യൂ ആയി കാണിച്ച് അദ്ദേഹത്തിന് മോശപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അല്ലെങ്കിൽ അത് മാധവനെതിരെയും ഗൂഗിൾ സ്റ്റേഷനെതിരെയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ശരിയായ ചെറ്റകൾ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യേണ്ടിയിരുന്നത്. ആൻഡ് ഐ എക്സ്പ്രസ്ഡ് ഇറ്റ്. So that's it. Goodbye.